ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് 7-ലെ ചാപ്റ്റർ 4 സിമ്പിൾ ഇക്വേഷൻസിലെ എക്സസൈസ് 4.2-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഗീവ് ഫസ്റ്റ് ദ സ്റ്റെപ്പ് യു വിൽ യൂസ് ടു സെപ്പറേറ്റ് ദ വേരിയബിൾ ആൻഡ് ദെൻ സോൾവ് ദ ഇക്വേഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3L is equal to 42. ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 1-ൽ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും വെച്ചുള്ള കാൽക്കുലേഷൻസ് ആണ് എല്ലാം ചെയ്തത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3L is equal to 42. ഇതിൽ വേരിയബിൾ എന്ന് പറയുന്നത് L ആണ്. ഈ വേരിയബിളിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഒരു സൊല്യൂഷൻ, അതായത് ഈ ഇക്വേഷനിലെ വേരിയബിൾ എന്താണ്? L ആണ്. ആ എല്ലിനൊരു വാല്യൂ കണ്ടുപിടിക്കുക, അതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്യണം, അതോടൊപ്പം തന്നെ ഈ ഇക്വേഷൻ ഒരു സൊല്യൂഷനും കണ്ടുപിടിക്കും. ഇനി നമുക്ക് 3L എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. 3L എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു മൾട്ടിപ്ലൈഡ് വിത്ത് L എന്നാണ് അതിൻ്റെ മീനിങ്. 3 ഇൻറ്റു L ഈസ് ഈക്വൽ ടു 42. ഇനി വേരിയബിളായ എല്ലിൻ്റെ ഒപ്പമുള്ള നമ്പർ ഏതാണ്? 3 ആണ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ 3യെ നമുക്ക് ഇവിടെ നിന്നും മാറ്റണം. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും 3യെ മാറ്റണം. അപ്പോൾ 3ക്കും എല്ലിനും ഇടയിലുള്ള കാൽക്കുലേഷൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിവിഷനാണ്. അപ്പോൾ നമുക്ക് ഈ 3യെ എങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ നമ്പറായി 3യെ റിമൂവ് ചെയ്യാനും L എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മൾ എന്താ അതിനുള്ള സ്റ്റെപ്പ് എഴുതുക? ഡിവൈഡിങ് 3 on both sides. അതായത് തന്നിരിക്കുന്ന ഇക്വേഷൻ 3 ഇൻറ്റു L ഈസ് ഈക്വൽ ടു 42 ആണ്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഞാൻ 3 വെച്ച് ഡിവൈഡ് ചെയ്യും. ഇനി 3/3 എന്ന് പറഞ്ഞാൽ അത് 1 ആണെന്നറിയും. അപ്പോൾ ഇതെന്ത് വരും? 1 ഇൻറ്റു L. 1 ഇൻറ്റു L ഈസ് ഈക്വൽ ടു 42/3 എന്ന് പറയുന്നത് 14 ആണ്. സോ 1 ഇൻറ്റു L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? L ആണ്. സോ L ഈസ് ഈക്വൽ ടു 40. അതാണ് ഇതിൻ്റെ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. b ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 6. ഈ ഇക്വേഷനിൽ നമുക്ക് വേരിയബിളായ ബിയെ സെപ്പറേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ഇക്വേഷൻ ഒരു സൊല്യൂഷൻ, അതായത് ബിക്ക് ഒരു വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൽ ബിയുടെ ഒപ്പം തന്നിരിക്കുന്ന നമ്പർ ഏതാണ്? ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ 2വിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മൾട്ടിപ്ലൈഡ് ബൈ 2. ഡിവൈഡഡ് ബൈ 2വിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് മൾട്ടിപ്ലൈഡ് ബൈ 2 ആണ്. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ഈ ഡിവൈഡഡ് ബൈ 2 അല്ലെങ്കിൽ ഈ 2 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരു മൾട്ടിപ്ലൈ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ അതിന് വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മൾട്ടിപ്ലൈയിങ് 2 on both sides. മൾട്ടിപ്ലൈയിങ് 2 on both sides. അതായത് തന്നിരിക്കുന്ന ഇക്വേഷനെ ഞാൻ വീണ്ടും എഴുതുകയാണ്. b/2 ഈക്വൽ ടു 6. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഡിവൈഡഡ് ബൈ 2വിൻ്റെ ഓപ്പോസിറ്റായ മൾട്ടിപ്ലൈ ബൈ 2 ഞാൻ രണ്ട് സൈഡിലും ചെയ്യുന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും. ഇനി ഈ 2ഉം ഈ 2ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യും. അപ്പോൾ 2/2 എന്തായി? 1 ആയി. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായി? 1 ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 2 എന്താണ്? 12 ആണ്. അപ്പോൾ 1 ഇൻറ്റു ബി എന്ന് പറയുന്നത് ബി തന്നെയാണ്. അപ്പോൾ ബിയുടെ വാല്യൂ എന്ത് കിട്ടി? ബി ഈസ് ഈക്വൽ ടു 12. ഇതാണ് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ്? p/7 ഈസ് ഈക്വൽ ടു 4. ഇതിലെ വേരിയബിളാണ് പി എന്ന് പറയുന്നത്. അപ്പോൾ പിയെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? പിയോടൊപ്പമുള്ള നമ്പറിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും മാറ്റുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 7 ആണ് ഇവിടെ. p ഡിവൈഡഡ് ബൈ 7. അപ്പോൾ ഡിവൈഡഡ് ബൈ 7ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മൾട്ടിപ്ലൈ ബൈ 7. അപ്പോൾ നമുക്ക് ഈ ഡിനോമിനേറ്ററിലുള്ള 7നെ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം? മൾട്ടിപ്ലൈ ബൈ 7 ഓൺ ബോത്ത് സൈഡ്സ്.
So write the step: multiplying multiplying 7 on both sides. Multiplying 7 on both sides. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ വീണ്ടും എഴുതുകയാണ്. p/7 ഈസ് ഈക്വൽ ടു 4. ഇനി ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള 7ഉം ഡിനോമിനേറ്ററിലുള്ള 7ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് 1 ആയിട്ട് മാറുന്നു. സോ ഇത് 1 ഇൻറ്റു പി എന്നാകും. 1 ഇൻറ്റു പി ഈസ് ഈക്വൽ ടു. Now, ഇനി 7 4s are 28. ഇനി 1 ഇൻറ്റു പി എന്ന് പറയുന്നത് പി തന്നെയാണ്. സോ പി ഈസ് ഈക്വൽ ടു 28 എന്ന് പറയുന്നതാണ് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ഇനി നമുക്ക് ഡി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? 4x ഈസ് ഈക്വൽ ടു 25. അപ്പോൾ 4xനെ നമുക്ക് 4 ഇൻറ്റു എക്സ് എന്ന് എഴുതാം. 4 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 25. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. 4 ഇൻറ്റു എക്സ് ഈക്വൽ ടു 25. ഇതിലെ വേരിയബിളാണ് എക്സ്. ഈ എക്സിനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? എക്സിൻ്റെ ഒപ്പമുള്ള നമ്പർ ഏതാണ്? 4 ആണ്. ആ 4നെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വേരിയബിളായ എക്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇത് 4 ഇൻറ്റു, അതായത് മൾട്ടിപ്ലൈഡ് ബൈ 4 ആണ്. മൾട്ടിപ്ലൈ ബൈ 4ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പോൾ നമ്മൾ ഡിവൈഡിങ് 4 ഓൺ ബോത്ത് സൈഡ്സ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സോ ഡിവൈഡിങ് 4 on both sides. Dividing 4 on both sides. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. 4 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 25. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. ന്യൂമറേറ്ററിലുള്ള 4ഉം ഡിനോമിനേറ്ററിലുള്ള 4ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ അത് 1 ആയിട്ട് മാറുന്നു. സോ 1 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 25/4. 25നും 4ലും കോമൺ ടേംസ് ഒന്നും ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിനെ 25/4 എന്ന് തന്നെ നമ്മൾ എഴുതും. ഇനി 1 ഇൻറ്റു എക്സ് എന്താണ്? എക്സ് തന്നെയാണ്. സോ എക്സ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 4 ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ 4x is equal to 25. Next, ഈ ക്വസ്റ്റ്യൻ 8y is equal to 36. ഇവിടെ വേരിയബിൾ y ആണ്. y നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? വൈയോടൊപ്പമുള്ള 8 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈയെ സെപ്പറേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ വേരിയബിളായ വൈക്ക് ഒരു വാല്യൂ, അതായത് ഇക്വേഷൻ ഒരു സൊല്യൂഷന് കണ്ടുപിടിക്കാം. ഇനി 8y എന്ന് പറയുന്നത് 8 ഇൻറ്റു വൈ ആണ്. 8 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 36 എന്ന് എഴുതാം. ഇത് 8 ഇൻറ്റു ആണ്, അതായത് മൾട്ടിപ്ലൈ ബൈ 8 ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിവൈഡഡ് ബൈ 8 ആണ്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാനുള്ള വൈ എന്ന് പറയുന്ന വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിവൈഡിങ് 8 on both sides. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ 8 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 36. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 8 വെച്ച് ഡിവൈഡ് ചെയ്യും. 8/8 എന്ന് പറയുന്നത് 1 ആണ്. അത് 1 ഇൻറ്റു വൈ എന്ന് വരും. ഇനി 36/8 ഇവിടെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 4 ആണ്. 8ൽ 4 കണ്ടെയ്ൻസ് 2 ടൈംസ് ആണ്. അതേപോലെ 36ലോ 9 ടൈംസ് ആണ്. ഇനി 9നും 2നും കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതെങ്ങനെ വരുന്നു? 1 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 9 ഡിവൈഡഡ് ബൈ 2. 1 ഇൻറ്റു വൈ എന്താണ്? വൈ തന്നെയാണ്. സോ വൈ ഈസ് ഈക്വൽ ടു 9/2 is the solution of the equation 8y is equal to 36. Next question number F ആണ്.
z/3 ഈസ് ഈക്വൽ ടു 5/4. ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് z ആണ്. ഇസഡിനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? ഇസഡിൻ്റെ ഒപ്പമുള്ള ഡിവൈഡഡ്/3യെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഡിവൈഡഡ്/3യുടെ ഓപ്പോസിറ്റ് എന്താണ്? മൾട്ടിപ്ലൈഡ്/3 ആണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ 3 ഓൺ ബോത്ത് സൈഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് z എന്ന വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്യാം. സോ മൾട്ടിപ്ലൈയിങ് 3 on both sides. Multiplying 3 on both sides. ഇതിനായിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനെ ഒന്നുകൂടി എഴുതുവാണ്. z/3 is equal to 5/4. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. 3 ഇൻറ്റു ന്യൂമറേറ്ററിലുള്ള 3യും ഡിനോമിനേറ്ററിലുള്ള 3യും ക്യാൻസലായി അത് 1 ആവും. സോ 1 ഇൻറ്റു z എന്നാവും. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ചെക്ക് ചെയ്യാം. റൈറ്റ് ഹാൻഡ് സൈഡ് 3 ഇൻറ്റു 5/4. 3യും 4ഉം തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ എഴുതുക. ഇതെന്ത് വരും? 1 ഇൻറ്റു z ഈസ് ഈക്വൽ ടു, ഇവിടെ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിലെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 3 ഇൻറ്റു 5 എത്രയാണ്? 15 ആണ്. 15 ഡിവൈഡഡ്/4. ഇവിടെയും 15നും 4നും കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ എഴുതുക. 1 ഇൻറ്റു z എന്താണ്? z ആണ്. z ഇസ് ഈക്വൽ ടു 15 ഡിവൈഡഡ്/4 എന്ന് കിട്ടുന്നു. അതായത് z ഇസ് ഈക്വൽ ടു 15/4 ഈസ് എ സൊല്യൂഷൻ ടു ദ ഇക്വേഷൻ z/3 ഈസ് ഈക്വൽ ടു 5/4. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജി ക്വസ്റ്റ്യൻ ആണ്. a/5 ഈസ് ഈക്വൽ ടു 7/50. ഈ ഇക്വേഷനിലെ വേരിയബിൾ എന്താണ്? എ ആണ്. എനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? എയോടൊപ്പമുള്ള നമ്പറായ 5നെ നമ്മൾ റിമൂവ് ചെയ്താൽ വേരിയബിളായ എയെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ എയുടെ ഒപ്പമുള്ള നമ്പർ ഏതാ? ഡിവൈഡഡ്/5 ആണ്. ഡിവൈഡഡ്/5യുടെ ഓപ്പോസിറ്റ് എന്താണ്? മൾട്ടിപ്ലൈ/5 ആണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 5 വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഈ വേരിയബിളായ എയെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. സോ മൾട്ടിപ്ലൈയിങ് 5 on both sides. ഇനി നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനെ അതേപോലെ ഒന്നുകൂടി എഴുതുവാണ്. a/5 ഈസ് ഈക്വൽ ടു 7/50. ഇനി ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. നൗ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ന്യൂമറേറ്ററിലുള്ള 5ഉം ഡിനോമിനേറ്ററിലുള്ള 5ഉം കൂടെ ക്യാൻസൽ ചെയ്തത് 1 ആകുന്നു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ചെക്ക് ചെയ്യാം. ഇത് 5 ഇൻറ്റു 7/50. ഇവിടെ 5നും 15നും കോമൺ ഫാക്ടർ 5 ആണ്. അതായത് നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യും. 5/5 എന്ന് പറയുന്നത് 1 ആണ്. 15/5 എന്ന് പറയുന്നത് 3 ആണ്. ഇനി നമുക്കിവിടെ 1 ഇൻറ്റു 7 7 ആണ്. 7ഉം ഡിനോമിനേറ്ററിൽ നമുക്ക് 3യും ഉണ്ട്. 7ഉം 3യും തമ്മിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഒരു സിംപ്ലിഫിക്കേഷൻ ഇവിടെ പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരുന്നു? 1 ഇൻറ്റു എ എന്നാവുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ നമുക്കൊരു 1 ഉണ്ട്, ഇവിടെ നമുക്കൊരു 7 ഉണ്ട്. 1 ഇൻറ്റു 7 എത്രയാണ്? 7 ആണ്. ഡിനോമിനേറ്റർ നമുക്ക് 3 മാത്രമേ ഉള്ളൂ. സോ ഡിനോമിനേറ്റർ 3. 7നും 3ക്കും കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി ഒരു ഫർദർ സിംപ്ലിഫിക്കേഷൻ ഇവിടെ പോസിബിൾ അല്ല. സോ 1 ഇൻറ്റു എ എന്ന് പറയുന്നത് എ ആണ്. സോ എ ഈസ് ഈക്വൽ ടു 7/3 is a solution to the equation a/5 is equal to 7/50. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ എച്ച്, അതായത് ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 20t ഈസ് ഈക്വൽ ടു -10. 20t എന്ന് പറയുമ്പോൾ ഇത് വരുന്നത് 20 ഇൻറ്റു ടി, 20 മൾട്ടിപ്ലൈഡ് വിത്ത് ടി ഈസ് ഈക്വൽ ടു -10. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യുക. ഇതിൽ തന്നിരിക്കുന്ന വേരിയബിൾ എന്താണ്? ടി ആണ്. ഈ ടിയെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? ടിയോടൊപ്പമുള്ള നമ്പറായ 20 നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റിമൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ടി എന്ന വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ 20 ഇൻറ്റു കാൽക്കുലേഷൻ ഇവിടെ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്.
മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിവൈഡാണ്. അപ്പം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേരിയബിളായ ടിയെ സെപ്പറേറ്റ് ചെയ്യാം. സോ ഡിവൈഡിങ് 20 on both sides. Dividing 20 on both sides. ഇത് നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനെ അതേപോലെ തന്നെ എഴുതുന്നു. 20 into t is equal to -10. ഇത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 20 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. 20/20 എന്താണ്? 1 ആണ്. സോ 1 into t എന്നായിട്ട് മാറുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് -10/20. സീറോസ് നമ്മളൊന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരുന്നു? -1/2. So this is 1 into t is equal to -1/2. 1 into t എന്ന് പറഞ്ഞാൽ t തന്നെയാണത്. So t is equal to -1/2 is a solution to the equation 20t is equal to -10.